നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താ സന്ധ്യയിലേക്ക് വിശദമായി. കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കി. താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ എതിർപ്പ് മറികടന്നാണ് സസ്പെൻഷൻ റദ്ദാക്കിയത്. തീരുമാനം നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി സിസ തോമസ് കോടതിയെ സമീപിക്കും. സസ്പെൻഷൻ നടപടിയിൽ നാളെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം. ഈ പശ്ചാത്തലത്തിലാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. യോഗത്തിൽ താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റിപ്പോർട്ട് ചെയ്തു. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിശദ ചർച്ച ആവശ്യപ്പെട്ടെങ്കിലും VC വഴങ്ങിയില്ല. എതിർപ്പിനെ മറികടന്ന് സസ്പെൻഷൻ പിൻവലിച്ച് പ്രമേയം പാസാക്കി. സസ്പെൻഷൻ നടപടി വിഡ്രോ ചെയ്യാനാണ് സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഓൾ കാര്യങ്ങൾ വളരെ വിശാലാർത്ഥത്തിൽ പരിശോധിക്കുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ഒരു എൻക്വയറി കമ്മിറ്റിയെ സിൻഡിക്കേറ്റ് നിയോഗിച്ച് ഈ തീരുമാനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ തിങ്കളാഴ്ച അറിയിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലയേൽപ്പിച്ചിട്ടുണ്ട്. തീരുമാനം അംഗീകരിക്കില്ലെന്ന് താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് അറിയിച്ചു. താൻ യോഗം പിരിച്ചുവിട്ട ശേഷം എടുത്ത തീരുമാനം നിലനിൽക്കില്ലെന്നാണ് VCയുടെ നിലപാട്. റദ്ദാക്കപ്പെടാൻ ആ ഒരു വിഷയം ഇന്ന് വരുന്നേയില്ല. അതുകൊണ്ട് ഒരു അജണ്ട പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യാൻ പറയുമ്പോൾ വേറൊരു വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്യാൻ അത് ഒരിക്കലും ഒരു അപ്രൂവ്ഡ് അജണ്ട ഐറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ ആ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും VCയുടേതായി സസ്പെൻഷൻ റദ്ദാക്കണമെന്ന നിലപാടിനോട് കോൺഗ്രസ് യോജിച്ചു. സസ്പെൻഷൻ തുടരുമെന്നാണ് BJPയുടെ നിലപാട്. ഇതോടെ VCയും സിൻഡിക്കേറ്റും നാളെ കോടതിയിൽ വ്യത്യസ്ത സത്യവാങ്മൂലം സമർപ്പിക്കും. 24 തിരുവനന്തപുരം. രജിസ്ട്രാർക്കെതിരായ സസ്പെൻഷൻ ചർച്ച ചെയ്യുന്ന സമയത്ത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് താൽക്കാലിക VC സിസ തോമസ് ഇറങ്ങിപ്പോയെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സിൻഡിക്കേറ്റ് നടപടി കോടതി പരിശോധിക്കട്ടെയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാനായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ചർച്ച നടക്കുന്നതിനിടെ VC ഇറങ്ങിപ്പോകാണ് ഉണ്ടായത്. കോടതി പരിശോധിക്കട്ടെ. സ്റ്റാറ്റ്യൂട്ടിൽ എഴുതി വയ്ക്കപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നടന്നിട്ടുള്ളത്. VCക്ക് രജിസ്ട്രാർക്കെതിരായ അച്ചടക്ക നടപടി സ്വീകരിക്കാനായിട്ട് അധികാരമില്ലാത്തതാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തൃശൂരിൽ കെട്ടിടത്തിന് തീപിടിച്ചു. പ്രസ് ക്ലബ് റോഡിന് സമീപത്തെ കെട്ടിടത്തിനാണ് തീപിടിച്ചത്. തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. സൂരജ്, ഇത് ഏത് കെട്ടിടത്തിനാണ് തീപിടിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഈ പ്രസ് ക്ലബ് റോഡിലുള്ള ഒരു ബഹുനില കെട്ടിടത്തിന്റെ താഴത്തെ ഗ്രൗണ്ടിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇപ്പോഴും ഈ ഫയർഫോഴ്സ് ഇതിനകത്തേക്ക് കയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രതിസന്ധിയായി, വെല്ലുവിളിയായി നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ഗ്യാസ് ജനറേറ്റർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് ജനറേറ്റർ ഇവിടെ പ്രവർത്തിപ്പിച്ചിരുന്നത് കൊണ്ട് തന്നെ വലിയ ആശങ്ക ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ബൈക്കുകളും നിരവധി വാഹനങ്ങൾ അടക്കമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ തീ ഒരു പക്ഷേ വാഹനങ്ങളിലേക്കൊക്കെ പടർന്നു പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഗ്യാസ് സിലിണ്ടറുകൾ അടക്കം ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലും എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പുക പുറത്തേക്ക് തള്ളുന്നതിന് വേണ്ടിയുള്ള എക്സോസ്റ്റ് ബ്ലോവർ അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് കടക്കുന്നത്. കാരണം ഇപ്പോൾ ഈ താഴത്തെ നിലയിലാകെ തന്നെ ഈ പുക പടർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് തീപിടുത്തം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ അകത്ത് കുറെ അധികം ഈ കാർഡ്ബോർഡ് ബോക്സുകളും അടക്കം കൂട്ടിയിട്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ തീ പടർന്നതാണോ ഇത്തരം ഒരു തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഫയർഫോഴ്സ് വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അതായത് അത്തരത്തിൽ ആ കാർഡ്ബോർഡിനെ തീ പടർന്നാകാം ഈ തീ പിടിക്കാൻ ഇടയാക്കിയതെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ വലിയ ദൂരം, അതായത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതല്ല, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ഭാഗമല്ല, അതിന് അകത്തേക്കാണ്, അതായത് വലിയ നീളമുള്ള കെട്ടിടമാണ്, അതിനകത്തേക്കാണ് തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സിന് അടുത്ത യൂണിറ്റ് ഫയർഫോഴ്സ് കൂടി, രണ്ടാമത്തെ യൂണിറ്റ് ഫയർഫോഴ്സ് കൂടി ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. അതായത് ഈ പുക വലിയ രീതിയിൽ വ്യാപിച്ചിട്ടുണ്ട്. പുറത്തേക്കും കെട്ടിടത്തിന് പുറത്തേക്കും താഴത്തെ നിലയിൽ ആകെ പുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പുക നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് അടക്കം എത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പുക പുറത്തേക്ക് കളയാനുള്ള ഒരു ശ്രമമാണ്. അതായത് പുക പുറത്തേക്ക് എക്സോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് സാഹചര്യത്തിലാണ് തീ ഉണ്ടായത് എന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. നിരന്തരം വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. അകത്തേക്ക് പുക കൂടുതലായി കാണുന്ന മേഖലയിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും പുക വലിയ രീതിയിൽ വ്യാപിക്കുന്നുണ്ട്. ഈ എക്സോസ് എത്തിച്ചാൽ മാത്രമാണ് ഈ പുക കൂടുതൽ ഈ കെട്ടിടത്തിന് പുറത്തേക്ക് കളയാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് ഇതൊരു അണ്ടർ പാസേജ് ആണ്, ഏറ്റവും പാർക്കിംഗ് ആണ് ഈ ഭാഗം എന്ന് പറയുന്നത്. കെട്ടിടത്തിന്റെ ഏറ്റവും താഴത്തെ നില ബേസ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതുവഴി മാത്രമാണ്. ഇത് എപ്പോഴാണ് ചേട്ടാ ഉണ്ടായത്? എപ്പോഴുണ്ടായത്?
ഇതൊരു 20 മിനിറ്റായി. ഇവിടുന്ന് വരുന്ന കാണുമായിരുന്നു? അതാ ഇന്ന് ഇവിടുന്ന് തീ വന്നു കഴിഞ്ഞപ്പോൾ താഴ്ന്ന ഇവിടെ പണിക്കാരുണ്ടായിരുന്നു. അവർ വിളിച്ച് പറഞ്ഞാൽ തീ വരുന്നു പറഞ്ഞു. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ നമ്മൾ എക്സ്റ്റിങ്ഷർ അടിച്ച് നിൽക്കണ്ടായിരുന്നില്ല. പിന്നെ വെള്ളം പമ്പ് ചെയ്തു. അല്ലല്ല, മോട്ടർ ഉണ്ടായിരുന്നു മുകളിൽ. മോട്ടർ അടിച്ച പൈപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഫുള്ള് പുകയായി. അപ്പോൾ നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതിപ്പോ ഉന്മേഷ് കാണുന്ന ഈ എക്സ്റ്റോസ് ആണ്. എക്സ്റ്റോസ് എത്തിച്ചുകൊണ്ട് കൂടുതൽ പുക പുറത്തേക്ക് തള്ളിക്കളഞ്ഞതിന് ശേഷം ആ പുക തള്ളിക്കളഞ്ഞാൽ മാത്രമാണ് എന്താണ് അകത്ത് സംഭവിച്ചത് എന്ന് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതിനുശേഷം മാത്രം ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ എക്സ്റ്റോസ് സംവിധാനം അടക്കം എത്തിച്ചു കഴിഞ്ഞു. കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് ഈ ഭാഗത്തേക്ക് എത്തുന്നു. അങ്ങനെ ഈ നിരവധി വാഹനങ്ങളും ബൈക്കുകളും അടക്കമുണ്ട്. ഈ വാഹനങ്ങളിലേക്ക് തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജനറേറ്റർ ഉണ്ടായിരുന്നു. ആ ജനറേറ്ററിന്റെ ഭാഗമായിട്ടുള്ള ഗ്യാസ് സിലിണ്ടർ അതും നീക്കം ചെയ്തു. അതെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവർ പറയുന്ന തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഈ വാഹനങ്ങളും ജനറേറ്ററും മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിന്റെ മൂലയിലാണ്, അതായത് അകത്തെ മൂലയിലായിരിക്കാം ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നതാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വലിയ രീതിയിൽ പുക ഈ മേഖലയിൽ ആകെ വ്യാപിച്ചിട്ടുണ്ട്. താഴത്തെ നിലയിലാകെ സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. കേരള സർവകലാശാലയിലെ നാടകീയ നീക്കങ്ങൾ തുടരുകയാണ്. നിലപാട് കടുപ്പിക്കുന്നു സിൻഡിക്കേറ്റ്. രജിസ്ട്രാറെ തിരിച്ചെടുക്കാനുള്ള ഉത്തരവ് ഇപ്പോൾ സിൻഡിക്കേറ്റ് പുറത്തിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് തന്നെ ചുമതല എടുക്കാനുള്ള നിർദ്ദേശമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 4:30 രജിസ്ട്രാർ അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിൽ ചുമതല ഏറ്റെടുത്തു എന്നാണ് അറിയുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, കേരള സർവകലാശാലയിൽ ഇന്ന് അത്യന്തം നാടകീയമായ സംഭവങ്ങൾ നടക്കുന്നു. അതിന്റെ അവസാനം വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറെ തിരിച്ചെടുക്കാൻ സ്പെഷ്യൽ സിൻഡിക്കേറ്റ് ചേർന്ന് തീരുമാനമെടുക്കുന്നു. അതിന്റെ ഉത്തരവിറക്കുന്നു. ഇന്ന് തന്നെ ചുമതലയെടുക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. 4:30 രജിസ്ട്രാർ പ്രൊഫസർ അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിൽ എത്തി ചുമതലയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യുദ്ധത്തിന്റെ, അതല്ലെങ്കിൽ കേരള സർവകലാശാലയിൽ നടക്കുന്ന നാടകീയ നീക്കങ്ങളുടെ തുടക്കം അത് ഭാരതാംബ വിവാദമാണ്. സ്പെഷ്യൽ സിൻഡിക്കേറ്റിനടക്കം പ്രത്യേക യോഗം ചേർന്ന തീരുമാനമെടുക്കുന്നതിലടക്കം സംസ്ഥാന സർക്കാർ രാഷ്ട്രത്തിനെതിരെ അടക്കം നിലപാട് കടുപ്പിച്ചു എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, വൈസ് ചാൻസലർ എടുത്ത ഒരു തീരുമാനത്തെ സിൻഡിക്കേറ്റ്, അത് നേരത്തെ തന്നെ പറഞ്ഞതാണ്, സിൻഡിക്കേറ്റ് ഒരു സ്വതന്ത്ര ബോഡിയാണ്. സ്വാഭാവികമായും അവിടെ വൈസ് ചാൻസലർക്ക് മാത്രം ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അടക്കം അഭിപ്രായം. ഇന്ന് നമ്മൾ കണ്ടതാണ്, സ്പെഷ്യൽ സിൻഡിക്കേറ്റ് ചേരുമ്പോൾ വൈസ് ചാൻസലർ ഇറങ്ങിപ്പോകുന്നതടക്കം നമ്മൾ കണ്ടതാണ്. പകരം ചെയറിന് ഒരു താൽക്കാലിക ചുമതല നൽകി ആ ചെയർ കൊണ്ടുപോകുന്നതടക്കം ഇന്ന് കണ്ടതാണ്. അങ്ങനെ ആ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ഭാരതാംബ, കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തിൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് നടന്ന പരിപാടി രജിസ്ട്രാർക്ക് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറെ സിൻഡിക്കേറ്റ് തിരിച്ചെടുക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ തീരുമാനം വളരെ പെട്ടെന്ന് എടുത്ത് അത് നടപ്പാക്കി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സ്വാഭാവികമായും സർക്കാരും അതേപോലെ തന്നെ സിൻഡിക്കേറ്റും വൈസ് ചാൻസലർക്കും കൂടാതെ രാജ്ഭവനടക്കം ഒരുപക്ഷെ ഗവർണർക്കടക്കം, ചാൻസലറായ ഗവർണർക്കടക്കം നൽകുന്ന ഒരു മുന്നറിയിപ്പായി കൂടി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. ഇത് രാജ്ഭവൻ ഏത് രീതിയിൽ വിലയിരുത്തും, ചാൻസലർ ഏത് രീതിയിൽ ഇതിനെ കാണും, മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കൂടിക്കാഴ്ചയിലടക്കം രാജ്ഭവൻ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ അവർ പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഭാരതാംബ വിവാദത്തെ ചൊല്ലി വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി വൈസ് ചാൻസലർ രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ വിഷയം ഹൈക്കോടതിയിലടക്കം നിലവിലുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക സിൻഡിക്കേറ്റ് ഒക്കെ ചേർന്ന് രജിസ്ട്രാറെ തിരിച്ചെടുക്കാനുള്ള ഉത്തരവിറക്കുന്നു. രജിസ്ട്രാറോട് 4:30 തന്നെ ഇത് ചുമതല ഏറ്റെടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ സിൻഡിക്കേറ്റിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് 4:30 രജിസ്ട്രാറായിട്ടുള്ള പ്രൊഫസർ അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിൽ എടുത്ത് ചുമതല ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ മിനിറ്റിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഉന്മേഷ്, രജിസ്ട്രാർ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും അവിടെ പോര് മുറുകുന്നു. സിൻഡിക്കേറ്റ് ഉത്തരവിറക്കി. രജിസ്ട്രാർ ഇപ്പോൾ അവിടെ എത്തി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടന്റെ F-35B യുദ്ധവിമാനം പരിശോധിക്കാൻ ബ്രിട്ടീഷ് വിദഗ്ധ സംഘം തിരുവനന്തപുരത്തെത്തി. ബ്രിട്ടീഷ് വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനമായ എയർബസ് 400-ലാണ് എഞ്ചിനീയേഴ്സ് എത്തിയത്. വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം അറ്റകുറ്റപ്പണികൾക്കായി വിമാനം ഹാംഗറിലേക്ക് മാറ്റി. ബ്രിട്ടന്റെ വ്യോമസേനാ വിമാനം എയർബസ് A400M അറ്റ്ലസ് പകൽ 12:45 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പറന്നിറങ്ങി.
ബ്രിട്ടീഷ് വ്യോമസേനയിലെ 24 പേരടങ്ങുന്ന സാങ്കേതിക വിദഗ്ധരും F-35 നിർമ്മാണ കമ്പനിയായ ലോക്ക് ഹീഡ് മാർട്ടിനിലെ സാങ്കേതിക വിദഗ്ധരും സംഘത്തിലുണ്ടെന്നാണ് വിവരം. പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണിക്കും ഇന്ത്യ വാഗ്ദാനം ചെയ്ത മെയിന്റനൻസ് സൗകര്യം ബ്രിട്ടൻ സ്വീകരിച്ചതായി ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ അറിയിച്ചു. ഇന്ത്യയുടെ സഹകരണത്തിന് നന്ദിയും രേഖപ്പെടുത്തി. വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടത്തും. തകരാർ പരിഹരിച്ചില്ലെങ്കിൽ ചിറകുകൾ അഴിച്ചുമാറ്റി ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും. പരിശോധനയ്ക്ക് കൂടുതൽ സമയമെടുക്കുമെന്നതിനാൽ സാങ്കേതിക വിദഗ്ധരെ കൊണ്ടുവന്ന എയർബസ് 400 വൈകുന്നേരത്തോടെ മടങ്ങി. ഇന്ത്യ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന F-35B യുദ്ധവിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും വലിയ കോളിളക്കം സൃഷ്ടിച്ച അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനം F-35 സാങ്കേതിക പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. വിദഗ്ധ സംഘത്തിനും സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനായില്ലെങ്കിൽ ഇനി ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ ഈ യുദ്ധവിമാനത്തെ കടത്താനായിരിക്കും ബ്രിട്ടന്റെ നീക്കം. എസ് അഭിജിത്തിനൊപ്പം മനീഷ് മഹിബാൽ, 24 തിരുവനന്തപുരം. ഇപ്പോൾ രമേശ് ചെന്നിത്തല കോട്ടയത്ത് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. അല്പസമയം മുൻപാണ് കൃഷിമന്ത്രി പി പ്രസാദ് ആ വീട്ടിൽ എത്തിയത്. രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജും അവിടെ എത്തിയ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കൃഷിമന്ത്രി എത്തിയത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല കൂടി ബിന്ദുവിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ആ വീട്ടിൽ നിന്നുള്ള തത്സമയ രമേശ് ചെന്നിത്തല ഇപ്പോൾ ബിന്ദുവിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, പറയൂ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചതിന് ശേഷം ഇപ്പോൾ 24നോടൊപ്പം ചേരുകയാണ്. സഹായധനങ്ങൾ പ്രഖ്യാപിക്കാനായിട്ട് ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രി എത്തിയിരുന്നു. മന്ത്രി പി പ്രസാദ് അല്പസമയം എത്തി. എന്താണ്, എങ്ങനെ? ഞാൻ ആശുപത്രിയിൽ പോയ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി. വാസ്തവത്തിൽ വലിയ ഗുരുതരമായ അലംഭാവമാണ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇനിയിപ്പം ഈ കുടുംബത്തെ സംരക്ഷിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു 25 ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കണം. പിന്നെ ഈ കുട്ടിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടിയാണ്. ക്യാബിനറ്റ് വിചാരിച്ചാൽ ഒരു ജോലി കൊടുക്കാൻ ഒരു പ്രയാസവുമില്ല. താൽക്കാലിക ജോലിയല്ല. അദ്ദേഹത്തിന്റെ പിതാവ് എന്നോട് പറഞ്ഞ സ്ഥിരം ജോലി, വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടിയാണ്. സ്ഥിരം ജോലി കൊടുക്കാൻ ഗവൺമെന്റ് വിചാരിച്ചാൽ പറ്റും. പിന്നെ ഈ കുടുംബത്തിന്റെ ഈ വീട് നന്നായി കൊടുക്കുക. ഇത് 2-3 കാര്യങ്ങൾ അടിയന്തരമായി ഗവൺമെന്റ് ചെയ്യണം. ഗവൺമെന്റ് ചെയ്യുമോ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങൾ നോക്കും. അതെ, ആരോഗ്യമന്ത്രി ഇവിടെ വന്നത് നാട്ടുകാർ ആരും അറിയാതല്ലേ വന്നേ, പേടിച്ചല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തെറ്റ് ചെയ്താലല്ലേ പേടിക്കണ്ടേ, അല്ലാത്തൊരു പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ കൊണ്ട് ഇതുകൊണ്ട് മാത്രമല്ലോ കേരളത്തിലെ ആരോഗ്യ മേഖല മുഴുവൻ തകർന്നു. നാഥനില്ല, കളരിയാണ്. ഒരു ആശുപത്രി പോയാലും പാവങ്ങൾക്ക് ഒരു ചികിത്സയില്ല. ആരാ സർക്കാർ ആശുപത്രി പോകുന്ന? പാവങ്ങളല്ലേ. അല്ലാത്തവർക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാം, അല്ലെങ്കിൽ ലണ്ടനിൽ പോയി ചികിത്സിക്കാം. ഇവിടെ തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ വികാരമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ പോയാൽ ഒരു പഞ്ഞി പോലും കിട്ടുന്നില്ല, മരുന്നില്ല. പാവപ്പെട്ടവർക്കൊക്കെ മരുന്ന് എഴുതി കൊടുക്കുകയാണ്. രമേശ് ചെന്നിത്തല ബിന്ദുവിന്റെ വീട്ടിലെത്തി. രമേശ് ചെന്നിത്തല സന്ദർശനം നടത്തി അവിടെ നിന്ന് ഇപ്പോൾ മടങ്ങാനൊരുങ്ങുകയാണ്. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് പോലീസ്. ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ ജെ നൈനാൻ, ആറന്മുള മണ്ഡലം പ്രസിഡന്റ് ഏതൻ ജോർജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായവരെ റിമാൻഡ് ചെയ്തു. പ്രതിഷേധത്തിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സമരത്തിനിടെ പോലീസ് വാഹനത്തിന് കേടുപാട് വരുത്തിയ കേസിലാണ് ജിതിൻ കെ നൈനാനെ അറസ്റ്റ് ചെയ്തത്. സമരത്തിനിടെ കിടങ്ങന്നൂർ വല്ലന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശിലാഫലകം അടിച്ചു തകർത്ത കേസിലാണ് ഏതൻ ജോർജിനെ അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞു. ഇരുവരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റി.
വീണ ജോർജിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് പോലീസ് നടപടിയെന്നും മന്ത്രിയെ കൊലക്കേസിൽ പ്രതിയാക്കണമെന്നും KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു. CPM പാർട്ടിക്കകത്ത് തന്നെ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ട്. വീണ SP വിളിച്ച് വലിയ കടുത്ത സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ പേരിലാണ് ജിതിൻ നൈനാൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് വീണയെ പറഞ്ഞ് ഞങ്ങളെല്ലാം നാട് വിട്ടു പോകണോ? കോട്ടയത്തെ സംഭവത്തിൽ സത്യത്തിൽ വീണ ജോർജിനെ കൊലക്കേസിൽ പ്രതിയാക്കേണ്ടതാണ്. അവരാണ് ആ സ്ത്രീ മരിക്കാൻ കാരണം. ആരോഗ്യമന്ത്രി രാജിവെക്കും വരെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച സമരം പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കാനാണ് നീക്കം. 24 പത്തനംതിട്ട. ആരോഗ്യമന്ത്രി വീണ ജോർജിന് CPIM കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ. കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ മന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യമേഖല ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മികച്ചതാണെന്ന് പറയുമ്പോഴും കേരളത്തിലെ ആരോഗ്യമേഖലയിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആത്മാർത്ഥമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ആ ശ്രമങ്ങൾ വേണ്ടത്ര വേഗതയിലല്ലാത്ത പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ അതിന് പരിഹാരം ഉണ്ടാക്കാം. കേരളത്തിലെ ആരോഗ്യമേഖലയുടെ മികവിനെ ഇടിച്ചു കാണിക്കുന്നതിനകത്ത് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഈ മന്ത്രി രാജിവെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, അത്രയേ ഉള്ളൂ. മന്ത്രി വീണ ജോർജിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധം ചെറുക്കാൻ LDF വിശദീകരണ യോഗം സംഘടിപ്പിക്കാൻ തീരുമാനം. ആറന്മുള നിയോജക മണ്ഡലത്തിൽ വ്യാഴാഴ്ച വിശദീകരണ യോഗം നടത്തും. പഞ്ചായത്ത് തലത്തിൽ റാലിയും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. 24 കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീടുകളിൽ 2 വീടുകളുടെ താക്കോൽദാനം കൊല്ലത്ത് നടന്നു. തൊടിയൂർ പ്ലാവിലച്ചന്ത സ്വദേശി ഇന്ദിരയ്ക്കും പൂർവഴി സ്വദേശി ഉഷയ്ക്കും ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ വീടൊരുങ്ങി. രോഗബാധിതരായ ഇന്ദിരയുടെയും കുടുംബത്തിന്റെയും വർഷങ്ങളായുള്ള കാത്തിരിപ്പായിരുന്നു അടച്ചുറപ്പുള്ള വീട്. 24 കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന കൊല്ലം ജില്ലയിലെ 2ാമത്തെ വീടാണ് ഇന്ദിരയ്ക്ക് ലഭിച്ചത്. 24 പ്രതിനിധി MG പ്രതീഷ് താക്കോൽദാനം നിർവഹിച്ചു. ഒരുപാട് സന്തോഷം, എനിക്ക് ഒരുപാട് സന്തോഷമാണ്. 24ഉം കണക്ഷൻ ചിത്തിരപ്പള്ളി ഫൗണ്ടേഷനും കൂടെ എനിക്ക് തന്ന സഹായം എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. കുന്നത്തൂർ പോരുവഴി സ്വദേശി ഉഷയ്ക്കാണ് 2ാമത്തെ വീട് ലഭിച്ചത്. ഒരു അടച്ചുറപ്പുള്ള വീട് തന്ന K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24നും ഒരുപാട് നന്ദിയുണ്ട്. 24 റീജിയണൽ കോർഡിനേറ്റർ സന്തോഷ് ശിവദാസ്, കോർഡിനേറ്റർമാരായ നൌഷാദ് റാവുത്തൂർ അസുറ, മായ സുകുമാരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വളരെ ഗംഭീരമായിട്ട് ഈ പ്രോജക്റ്റ് 100 വീട് ഭവന പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനിയും ഏറ്റവും അർഹരായവർക്ക് കൈകളിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മളിപ്പോൾ 100 വീടിന്റെ പണി പുരോഗമിച്ചു വരികയാണ്. 24 കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് കൊല്ലത്ത് 12 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. 24 കൊല്ലം. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിനിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ. വെന്റിലേറ്റർ സൗകര്യത്തോടെ ഒരുക്കിയ ഐസൊലേഷൻ മുറിയിലാണ് യുവതിയുള്ളത്. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം എത്തും. ഇന്നലെ രാത്രിയോടെയാണ് യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. വെന്റിലേറ്റർ സൗകര്യത്തോടെ ഒരുക്കിയ ഐസൊലേഷൻ മുറിയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണ്. നിലവിൽ സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെയുള്ളത് 425 പേരാണ്. മലപ്പുറത്ത് 228, പാലക്കാട് 110, കോഴിക്കോട് 87 എന്നിങ്ങനെയാണ് കണക്ക്. മലപ്പുറത്ത് 12 പേരാണ് ചികിത്സയിലുള്ളത്. 5 പേർ ICUവിലാണ്. പാലക്കാട് ഒരാൾ ഐസൊലേഷനിൽ ചികിത്സയിലാണ്. പാലക്കാട്ടെ സമ്പർക്ക പട്ടികയിൽ 61 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കോഴിക്കോട് ജില്ലയിൽ സമ്പർക്ക പട്ടികയിലുള്ള 87 പേരും ആരോഗ്യ പ്രവർത്തകരാണ്. ഇന്ന് പുറത്തുവന്ന പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിലെ 4 പേരുടെ ഫലം നെഗറ്റീവാണ്. കൂടാതെ തച്ചനാട്ടുകരയിലെ പട്ടികയിലുള്ള 10 വയസ്സുകാരിയുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ്. 24 കോഴിക്കോട്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. അമേരിക്കയിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് ഇലോൺ മസ്ക്. പൗരന്മാർക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകുന്നതിനാണ് ദ അമേരിക്ക പാർട്ടിയെന്ന് മസ്ക്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ തടഞ്ഞു. നിയമപരമായ കാരണത്താൽ അക്കൗണ്ട് ഇന്ത്യയിൽ മരവിപ്പിക്കുന്നുവെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ റോയിറ്റേഴ്സിന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. 25 പേർക്ക് പരുക്ക്.
കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എംപിയുമായി കൂടിക്കാഴ്ച നടത്തി മുനമ്പം സമരസമിതി. പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. വാർത്താസന്ധ്യ പൂർത്തിയാകുന്നു.